രാജ്യത്തെയും സൈന്യത്തെയും ബഹുമാനിക്കാത്ത, നിരന്തരം ദേശവിരുദ്ധത മാത്രം വിളമ്പുന്ന, പ്രത്യേകിച്ചൊരു പ്രയോജനവുമില്ലാത്ത ഒരു നേതാവിനെ ജനങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്നതാണ് ഉറക്കെ ചോദിക്കുകയാണ് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ്. രാഹുൽ ഗാന്ധിയെ ഉന്നം വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത്തരമൊരു ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. സൈന്യത്തിന്റെ ധീരതയെ പോലും പരിഹസിക്കുന്ന ഇത്തരമൊരു നേതാവിനെ നാടിന് ആവശ്യമില്ല, ബഹിഷ്കരിക്കുകയാണ് വേണ്ടത്. രാഹുലിന്റെ സ്വരം എപ്പോഴും പാകിസ്ഥാന്റേത് മാത്രമാണ്. അമ്മുമ്മ ഇന്ദിരാഗാന്ധി രാജ്യത്തിനു വേണ്ടി ചെയ്യുന്ന പുണ്യപ്രവൃത്തിയെ പറ്റിയാണ് രാഹുൽ നിരന്തരം വാദോരാതെ സംസാരിക്കുന്നത്. എന്നാൽ അവർ ഈ നാടിന് ചെയ്ത ക്രൂരതകൾ നിറഞ്ഞ ഇരുണ്ട ദിനങ്ങൾ, അതിന്റെ വ്യാപ്തി എന്താണ് എന്നുള്ളത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് നന്നായി അറിയാം. അതെല്ലാം ഇരിക്കെ ഇതൊന്നും ജനങ്ങൾ മറക്കില്ല. ഇവിടെ കേന്ദ്രമന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഒരു പ്രയോജനവുമില്ലാത്ത നേതാവാണ് രാഹുൽ. രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ പാകിസ്ഥാന്റെ വാക്കുകൾക്ക് സമാനമാണ്. അദ്ദേഹം രാജ്യത്തെ ബഹുമാനിക്കുന്നില്ല. രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ ധീരതയെ എതിർത്തു, സൈന്യത്തിന്റെ ധീരതയെ ചോദ്യം ചെയ്തു. ലോകമെമ്പാടും സൈന്യത്തിന്റെ പ്രശസ്തിക്ക് കളങ്കം വരുത്തി. ബീഹാറിലെ പൊതുജനങ്ങൾ അദ്ദേഹത്തെ എതിർക്കുമെന്നും സൈന്യത്തെയോ രാജ്യത്തെയോ ബഹുമാനിക്കാത്ത ഒരാൾക്ക് അവർ എന്തിനാണ് വോട്ട് ചെയ്യുന്നത് എന്നതാണ് ഗിരിരാജ് സിംഗ് ചോദിക്കുന്നത്. പ്രധാനമന്ത്രി മോദിയെ ആരും അപമാനിക്കുന്നില്ല. 1971 സൈന്യം വിജയിച്ചോ അതോ ഇന്ദിരാജി വിജയിച്ചോ? ജയിച്ചത് സൈന്യമാണ്. അടൽജി പ്രതിപക്ഷമായിരുന്നു. ഇപ്പോൾ ഒരു പാർട്ടിയുമല്ല, ഭാരതം മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ഉപയോഗശൂന്യമായ വ്യക്തി രാഹുൽ ഗാന്ധി രാജ്യത്തിന്റെ ധീരതയെയും സൈന്യത്തെയും പരിഹസിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായിരിക്കുന്നത്. അത്തരമൊരു വ്യക്തിയെ ബഹിഷ്കരിക്കണം എന്ന് തന്നെയാണ് ഗിരിരാജ് സിംഗിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഹുൽ ഗാന്ധി ഇന്ത്യക്കെതിരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും കുപ്രചരണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് രംഗത്ത് വരികയാണ്. രാഹുൽ ഗാന്ധി മാത്രമല്ല, ജോർജ് സോറോസിന്റെ ഏജൻസികളും ഇതിന് കൂട്ടുപിടിക്കുകയാണ്. പാകിസ്ഥാനുമായി വെടിനിർത്തൽ നരേന്ദ്രമോദി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മുൻപിൽ കീഴടങ്ങി എന്ന അർത്ഥത്തിൽ നരേന്ദ്ര സറണ്ടർ എന്ന രീതിയിലായിരുന്നു മോദിക്കെതിരെ പ്രചരണം, അതായത് കുപ്രചരണം അഴിച്ചുവിട്ടതും. അതുപോലെ ശത്രുക്കളുടെ കൂടെ കൂടി സ്വന്തം രാജ്യത്തോട് ഒരു നീരസം കാണിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് മുൻപ് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം വിലയിരുത്തുന്നത്. ഇന്ത്യ പാക് വെടിനിർത്തലിന് ശേഷം ഇന്ത്യക്കെതിരെ ഏറ്റവും അധികം കടന്നാക്രമണം നടത്തിയതും രാഹുൽ ഗാന്ധി തന്നെയാണ്. എന്നാൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് BJP. കോൺഗ്രസ് നേതാക്കളായ സൽമാൻ ഖുർഷിദ് മുതൽ ശശി തരൂർ വരെയുള്ളവർ ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ്. പാകിസ്ഥാൻ തന്നെ ഇന്ത്യയുടെ വിജയത്തിന്റെ തെളിവുകൾ നൽകുന്നു. യാതൊരു മര്യാദയുമില്ലാത്ത രാഹുൽ ഗാന്ധി പാകിസ്ഥാന്റെ ചാരനാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാക്കി തരികയായിരുന്നു BJP വക്താവായ പ്രദീപ് ഭണ്ഡാരി. അതെ, രാഹുൽ ഗാന്ധിയുടെ പല പ്രവൃത്തിയെയും കണ്ടാൽ രാഹുൽ പാകിസ്ഥാൻ ചാരനാണോ എന്ന് തോന്നിപ്പോകും. ഒരു പ്രതിപക്ഷ നേതാവ് സ്വന്തം രാജ്യത്തെ ഇത്രത്തോളം വെറുക്കാൻ പറ്റുമോ എന്നതും ഒരു ചോദ്യചിഹ്നമായി നിഴലിക്കുന്നു. പാകിസ്ഥാൻ പറയുന്ന അതേ ഭാഷയിൽ സംസാരിക്കാൻ ഇന്ത്യക്ക് മടിയില്ല. പാകിസ്ഥാന്റെ ഭീകരവാദത്തെ ഇന്ത്യൻ സൈന്യം കരുത്തുകൊണ്ടാണ് മറുപടി പറഞ്ഞത്. അതിനൊരു മൂന്നാമത്തെ രാജ്യത്തിന്റെ പിന്തുണ ഇന്ത്യക്ക് ആവശ്യമില്ല എന്നായിരുന്നു ശശി തരൂർ വ്യക്തമാക്കിയതും. പാകിസ്ഥാനുമായി വെടിനിർത്തൽ ഇന്ത്യക്ക് US-ന്റെ ആവശ്യമില്ല. പാകിസ്ഥാൻ ആക്രമണം നിർത്തിയാൽ ഇന്ത്യയും നിർത്തുമെന്ന് പാശ്ചാത്യ രാജ്യങ്ങളോട് ഇന്ത്യ പറഞ്ഞിരുന്നു. അവർ അത് പാകിസ്ഥാനോട് പറഞ്ഞു കാണാം. അതാണ് അവിടെ വെടിനിർത്തിയത്. അതോടൊപ്പം ഇന്ത്യയും വെടിനിർത്തി. അല്ലാതെ വെടിനിർത്തലിന് പിന്നിൽ മൂന്നാമത്തെ ഒരു രാജ്യത്തിന്റെ ഇടപെടൽ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നരേന്ദ്ര സറണ്ടർ ചെയ്തിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതിനായിരുന്നു ശശി തരൂറിന്റെ മറുപടി. അതുപോലെ ഡൊണാൾഡ് ട്രംപ് US പ്രസിഡന്റായി അധികാരമേറ്റപ്പോൾ മാഗ എന്ന അങ്ങനെ ഒരു പേരെഴുതിയ ഒരു ചുവന്ന തൊപ്പി ധരിച്ചിരുന്നു. അമേരിക്കയെ വീണ്ടും ഗ്രേറ്റ് ആക്കും എന്ന ഉറപ്പ് നൽകിക്കൊണ്ട് അധികാരത്തിൽ വന്ന ട്രംപ് മാഗയെ സൂചിപ്പിക്കാനാണ് അതെഴുതി തൊപ്പി ധരിച്ചത്. ആ തൊപ്പിയിൽ നരേന്ദ്ര സറണ്ടർ എന്നെഴുതിയാണ് രാഹുൽ ഗാന്ധിയുടെയും അതുപോലെ തന്നെ NGO-കളുടെയും ഒക്കെ ക്യാമ്പയിൻ കൊഴുപ്പിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.